ഹായ് ഹലോ അസ്സാമു അലൈക്കും. എസ് വേൾഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ എൻ്റെ ഫ്രണ്ട് ജെസ്സിയുടെ മോനും ഞങ്ങൾ മക്കളെല്ലാവരും കൂടെ പാർക്കിൽ പോകണം, സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ എൻ്റെ ഫ്രണ്ട് ജെസ്സിയും മോനും തത്തപ്പൊന്നും സനമോളും ഞാനും കൂടെ ഞങ്ങൾ പാർക്കിലോട്ട് പോവുകയാണ്. മുമ്പാട് ടാണയിലുള്ള പാർക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് പാർക്ക് എത്തിയിട്ടുണ്ട്. പാർക്ക് ചെല്ലുന്ന സമയം 11 മണി കേട്ടോ. 11 മണി ആയതേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് പാർക്ക് 2 to 9 PM വരെ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി, നേരത്തെയായി പോയി ഇറങ്ങിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ എങ്ങും ആരും ഇല്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സമയം ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും സനമോൾ ഇറങ്ങി. മുപ്പത്തേക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അവൾ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും തുടങ്ങി. അങ്ങനെ പിന്നെ അവളെ പിടിക്കാൻ പോയി. അങ്ങനെ ആൾ വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. അതിനിടയിൽ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ പേടിച്ചിട്ട് ഓടി വന്നു. അങ്ങനെ ഓട്ടോയിൽ കയറി. എന്നിട്ട് അതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ സദ്യ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോകുന്നത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ദേവി പാലസ് വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഓണം സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴും 11:45 ആയതേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു 12:15 സദ്യക്കെന്ന് റെഡി ആവാൻ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. ഒരാൾ പേപ്പർ വായിച്ച് വെയിറ്റ് ചെയ്യുകയാണ്, ഒരാൾ അവിടെ സോഫയിൽ ക്ഷീണിച്ച് കിടന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സദ്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർക്ക് നല്ല ദാഹമുണ്ട്, വെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 2 ഫ്രൂട്ടി എടുത്ത് തത്ത ഉറങ്ങി, മോളുറങ്ങി. അതുകൊണ്ട് സനമോളും ഷിബിക്കുട്ടനും കൂടെ ഫ്രൂട്ടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ടി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് സദ്യ വേണ്ട, അവർക്ക് ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നിരിക്കുന്നത് ദേവി പാലസ് ഹോട്ടലിൽ, വെജിറ്റേറിയൻ ഹോട്ടലിൽ. അവർ പറഞ്ഞു അവിടെ വെജേ ഉള്ളൂ ഇല്ലെന്ന്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നിലമ്പൂർ യൂണിയൻ ഹോട്ടലിലേക്ക് പോയി. സനമോളും ഷിബിക്കുട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യൂണിയൻ ഹോട്ടലിലേക്ക് പോയി. അവിടെ ചെന്ന് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് അവർക്ക് 2 പേർക്കും ചിക്കൻ ബിരിയാണി കൊടുത്തു. ആ സമയത്തൊക്കെ തത്തപ്പന്നെ ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ബിരിയാണി വന്നു. നല്ല സാലഡും തേങ്ങാ ചമ്മന്തിയും അച്ചാറും ഒക്കെ ആയിട്ട് ചിക്കൻ ബിരിയാണി വന്നു. നല്ല ചൂടുള്ള നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ ദേവി പാലസിലോട്ട് തന്നെ തിരിച്ചു വന്ന് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന്. അത് ഓണസദ്യയുടെ സ്പെഷ്യൽ റേറ്റാണ് 320, പാഴ്സലിന് 340 കേട്ടോ. അപ്പോൾ അവിടെ സാധാ ഊണിന് തന്നെ ദേവി പാലസിൽ 190 ആണ്. ഇപ്പോൾ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് ഓണം സദ്യയാണ്, 35 വിഭവങ്ങളായിട്ടുള്ള സദ്യയാണ്. അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ മുന്നിൽ തന്നെ ഓണം അത്തപ്പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇച്ചിരി നേരം ഇങ്ങനെ സന്മോള് നോക്കിയൊക്കെ ഇരുന്ന് അതിൻ്റെ ശേഷം ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി കയറി ഇതേ ഞങ്ങൾക്ക് വാഴയില ഇട്ടിട്ടുണ്ട്. വാഴയില കഴിഞ്ഞ് ഞങ്ങൾക്ക് സദ്യ വിളമ്പി തുടങ്ങി. നല്ല ചൂടുള്ള ചോറും പുക പോകുന്ന കണ്ടില്ലേ, ഭയങ്കര ചൂട്. ഇപ്പോൾ റെഡി ആയതേ ഉള്ളൂ. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. സാധാരണ എല്ലായിടത്തും നമുക്ക് പാളയത്തോടൻ പഴം അല്ലെങ്കിൽ മൈസൂർ പഴമാണ് സദ്യയുടെ കൂടെ കിട്ടില്ല. ഇവിടെ ചെന്നപ്പം പുഴുങ്ങിയിട്ടുള്ള നേന്ത്രപ്പഴം അതൊന്നും കഴിച്ചില്ല കേട്ടോ. നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളല്ലോ പോയത്. അല്ലാത്ത വിഭവങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 2 തരം പായസം കുടിച്ചപ്പോഴത്തേക്ക് തന്നെ മതിയായി. അത്രയും ടേസ്റ്റുള്ള നല്ല മധുരവും എല്ലാം ഉള്ള പായസമായതുകൊണ്ട് അത് കുടിച്ചപ്പോൾ തന്നെ മതിയായി. പിന്നെ കൂടെ വന്ന ജെസ്സിക്ക് പായസത്തിനോട് വലിയ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ആളുടെ 2 ഗ്ലാസ് പായസം കൂടെ ഞാൻ തന്നെ കുടിച്ചിട്ടോ. രസമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ രസം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, പച്ചമോര് എല്ലാം കൂട്ടി സദ്യ ഉണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നല്ല വെയിൽ, മഴയില്ലായിരുന്നു ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഭയങ്കര വെയിലും ചൂടും. കുട്ടികൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ക്ഷീണമായി, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയമായി. അങ്ങനെ മക്കൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമായി. അതുകൊണ്ട് തിരിച്ചിനി ആ സമയത്ത് പാർക്കിൽ കയറുന്നില്ല എന്ന് കരുതി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് തത്തപ്പൊന്ന് അവളുടെ സ്ഥാനം പിടിച്ചു കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് തത്തപ്പൊന്ന് ഓട്ടോയുടെ പുറകെ ഡിക്കി കയറിയിരുന്നു. അവൾക്ക് അതാ ഇഷ്ടം. അവളുടെ സ്ഥാനം ഇപ്പോൾ ഓട്ടോയുടെ പുറകിൽ ഡിക്കിയിലാണ്. എവിടെ പോകുമ്പോഴും അവൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ അവിടെ കയറാൻ ശ്രമിക്കും. അങ്ങനെ അവൾ പുറകെ വരുന്ന വണ്ടികളൊക്കെ നോക്കി ചിരിയും കളിയൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്ന് മക്കളുടെയൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും പാർക്കിലേക്ക് പോകണം. മക്കൾ വാശി പിടിച്ച് അങ്ങനെ പാർക്കിൽ പോയി. പാർക്കിൽ ചെന്നതും രാവിലെ പോയ പോയിട്ട് തന്നെ സനമോൾ ഇറങ്ങി. ആദ്യം തന്നെ ആരെയും വകവെച്ചില്ല, ആരെയും നോക്കിയില്ല. അവൾക്ക് വേണ്ടിടത്തൊക്കെ അവൾ കയറി കറങ്ങി പോയി. എല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ച്
അത് കഴിഞ്ഞ് ബോൾസും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ കയറി ഊഞ്ഞാൽ അങ്ങനെയുള്ള കിഡ്സിന് അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് കയറി മൊത്തത്തിൽ കാണാനൊന്നും ഇവർ സമ്മതിച്ചില്ല. ഒരെണ്ണത്തിൽ കയറും അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്ത് പോകണമെന്ന് പറയും. അങ്ങനെ അവിടെ കിടന്ന് കറക്കായിരുന്നു. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പോലും ആദ്യമായിട്ടാണ് സന്മൊഴി പാർക്കിൽ പോകുന്നത്. ടാണയിൽ പാർക്ക് നമ്മുടെ ടാണയിൽ പാർക്കാണ് അവിടെ ഏതാവണം. മാവേലിയൊക്കെ നിൽപ്പുണ്ട്, നല്ല സൂപ്പർ മാവേലിയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ മാവേലിനെയൊക്കെ കണ്ട് അവർക്ക് കുറച്ച് വേണ്ടതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ കോൺ ഐസ്ക്രീം സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള കോൺ ഐസ്ക്രീം വാങ്ങി കഴിച്ച് കുട്ടികളുടെ കൂടെ കിടന്ന് കറങ്ങി കറക്കവും കഴിഞ്ഞ് ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് സമയം നിന്നുള്ളൂ. ഞങ്ങൾ പോയപ്പോഴേ സമയം വൈകി ലേറ്റായി പോയി. അതുകൊണ്ട് തോന്നുന്ന സമയം നിന്നില്ല. കുറച്ച് സമയം അവരെ ഒന്ന് ഹാപ്പി ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അവർക്ക് വേണ്ടതൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് കറക്കവും ആട്ടവും കീഞ്ഞാടലും എല്ലാം കഴിഞ്ഞ് തത്തക്കുഞ്ഞിന് പ്രായമായി. തത്തക്കുഞ്ഞ് ചെറുതായതുകൊണ്ട് അവളെ ബോൾസിൻ്റെ ഇടയിൽ ഇരുത്തി ഇച്ചിരി നേരം അങ്ങനെ അവിടെ ഇരുന്ന് കളിച്ച് അത്രയേ ഉള്ളൂ. തത്തക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും അവിടെ ഇല്ല, തത്തക്ക് പറ്റുന്നത് ഒന്നും അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ഇതോടെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വീട്ടിലോട്ട് വരികയാണ്. ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.